പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്ത് നടക്കാത്ത കാര്യമായാലും എന്ത് ചെയ്തു തരാൻ ബുദ്ധിമുട്ടുള്ള വിഷയമായാലും കർത്താവ് നീ പറഞ്ഞല്ലോ നിന്റെ ഭാരം ലഘുവാണെന്ന്. അതുപോലെ കർത്താവ് നിന്റെ ഭാരമാക്കി ഞങ്ങളുടെ ഭാരത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴത് ഓട്ടോമാറ്റിക്കായിട്ട് ലഘുവായി മാറും. കർത്താവ് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഇന്നത്തെ ഭാരങ്ങളെ നീ ലഘുവാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹം കൊണ്ട്, നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം കൊണ്ട്, നിന്നിലുള്ള ഞങ്ങളുടെ ആശ്രയങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതഭാരം നിന്റെ നാമത്തിലെ ലഘുവാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു, ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. നിന്റെ തീരുമാനങ്ങൾ, ഇന്നത്തെ ദിവസത്തെ തീരുമാനങ്ങൾ കർത്താവ് പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ കർത്താവ് ഇരുണ്ടുപോയ മനസ്സുകളെ കർത്താവ് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുള്ളവരെ, ജീവിതത്തെ ഹൃദയത്തിന് ഭാരമുള്ളവരെ, കർത്താവ് ആരും സഹായിക്കാനില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തണം. അമ്മേ, പരിശുദ്ധ അമ്മേ, കുരിശിന്റെ ചുവട്ടിൽ നിന്നത് ശക്തിയാലാണ് നിന്നത്, നീ ധൈര്യത്താലാണ് നിന്നത്. നിന്നെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തിയ അതേ ആത്മാവിൻ്റെ ശക്തിയാൽ ഏത് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവരെ ഇപ്പോൾ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാള ദൈവശക്തിയാൽ നീ ബലപ്പെടട്ടെ, നീ ശക്തി പ്രാപിക്കട്ടെ, നീ സൗഖ്യം പ്രാപിക്കട്ടെ, നിനക്ക് സമാധാനം കൈവരട്ടെ. God infuse the spirit of power and grace.